പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവവാദപടത്തിലായിരിക്കാൻ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പ്രഭാതം, പുതിയ പുലരി ദൈവം നമുക്ക് ദാനം തന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവം തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും, നല്ല ദാനങ്ങൾക്കും, നന്മകൾക്കുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്വർഗത്തിൻ്റെ കൃപകളെ ഓർത്ത്, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകളെയും ഓർത്ത് നമുക്ക് ജീവിക്കാൻ ഈ ഭൂപ്പരപ്പിൽ ഒരു ദിവസം കൂടെ ശേഷിപ്പിച്ചതോർത്ത് കർത്താവിനോട് നന്ദി പറഞ്ഞതുകൊണ്ട് കർത്താവിൻ്റെ പർപ്പസ് നമ്മുടെ ജീവിതത്തിൽ, ആ ദൈവത്തിൻ്റെ ഉദ്ദേശം നടക്കുവാൻ തക്കോണം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ 71 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യം. സങ്കീർത്തനങ്ങൾ 71:9. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുതേ. ഒരു 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 സങ്കീർത്തനത്തിൽ ഇതിൻ്റെ ഹെഡിങ്ങിൽ ആരാ എഴുതിയിട്ടുള്ളത് ഈ സങ്കീർത്തനം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും, ആ സങ്കീർത്തനത്തിൽ വാർദ്ധക്യകാലത്ത് അല്ലെങ്കിൽ ബലമില്ലാതിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിക്കരുത്, നിന്റെ നീ നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ, ഞാൻ എപ്പോഴും ഒന്ന് വാർക്കേണ്ട, നീ എനിക്കുള്ള ഉറപ്പുള്ള പാറയായിരിക്കണമേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. യഹോവേ കർത്താവേ, നീ എൻ്റെ പ്രത്യാശ, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം. അവിടെ ഒരു കാര്യമുണ്ട്, ബാല്യം മുതൽ വൃദ്ധനായിരിക്കുന്നപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വൃദ്ധനായിരിക്കുന്ന സമയം വാർദ്ധക്യകാലത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം ബാലനായിരുന്നപ്പോൾ തൊട്ട് ദൈവം ആശ്രയമായിരുന്നു. 6 വാക്യം പറഞ്ഞാൽ, ജനനം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ എടുത്തവൻ നീ തന്നെ, എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ച് തന്നെയാകുന്നു. പിന്നെ 7 വാക്യം പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്യമാണ്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമായിരിക്കുന്നു. 8 വാക്യം പറയുന്നത്, എൻ്റെ വായ നിന്റെ സ്തുതി കൊണ്ടും ഇടപെടാ നിന്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 9 വാക്യമാണ് നാം വായിച്ചത്. ബാക്കി തുടർന്നുള്ള വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ, എന്നോട് അകന്നിരിക്കരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ, എന്നോട് ചേർത്ത് പിടിക്കണമേ, വാർദ്ധക്യകാലത്തും ബലം ക്ഷയിക്കുമ്പോഴും അതേ വാക്യങ്ങളാണ് വരുന്നത്. നാം വായിച്ച വാക്യം 9 വാക്യമാണ്, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുത്. ഇത് 2 തരത്തിൽ ഇതിന് പ്രാധാന്യതയുണ്ട്. ഒന്ന്, ഒരു ദൈവഭക്തനും ദൈവഭക്തനല്ലാതിരിക്കുന്നയാളും. ദൈവഭക്തനല്ലാതിരിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം ഈ വാർദ്ധക്യകാലം എന്ന് പറയുന്നത് ദുസ്സഹമായ കാലഘട്ട, എല്ലാവരും ഉപേക്ഷിക്കാനും എല്ലാവരും ഒറ്റപ്പെട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട കാലഘട്ടം. എന്നാൽ ഒരു ഭക്തനെ കുറിച്ച് സദൃശ്യവാക്യങ്ങൾ 16:31 പറയുന്ന വാക്ക് സ്മരണീയമാണ്. ആ വാക്ക് പറയുന്നത്, നരച്ചതല്ല ശോഭയുള്ള കിരീടമാകുന്നു. അപ്പൊ ഈ നരച്ചതല്ല അതൊരു ഐശ്വര്യമായിട്ടും അനുഗ്രഹവുമായിട്ടുമാണ് ദൈവസഭയ്ക്കകത്താണെങ്കിലും കുടുംബത്തിനകത്താണെങ്കിലും യഹോവഭക്തന്റെ വീടിനകത്ത് കാണുന്നത്. അപ്പം ദൈവഭക്തനായിരിക്കുകയാണെങ്കിൽ ഇതൊരു അനുഗ്രഹമുള്ള കാര്യമാണ്. കാരണം ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തുമെന്നൊരു വാക്കുണ്ട്. ദീർഘായുസ്സുകൊണ്ട് യഹോവഭക്തനെ ദൈവം ദീർഘായുസ്സുകൊണ്ട് തൃപ്തിപ്പെടുത്തും. യോബിനെ കുറിച്ച് പറയുന്നത് 4 തലമുറ വരെ യോബ് കണ്ടു, മക്കളെയും മക്കളുടെ മക്കളെയും കാണും. ഇതൊരു ദൈവാനുഗ്രഹമാണ്. ആയുസ് ദീർഘിപ്പിക്കുക, ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ്. അപ്പൊ ഈ നരച്ചതല എന്ന് പറയുന്നത് ശോഭയുള്ള കിരീടമാണെന്ന് ശലോമോൻ സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ വാക്യത്തിൽ പറഞ്ഞ, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ, ഒരുപാട് പ്രസക്തിയുണ്ട്. കാരണം ഈ വാർദ്ധക്യകാലം അല്ലെങ്കിൽ ബലം ക്ഷയിക്കുക എന്ന് പറയുന്നത് ഒരൊറ്റപ്പെടലിന്റെ കാലഘട്ടമാണ്. എല്ലാവരും കൂടി നടന്ന് ശക്തിയൊക്കെ ചോർന്ന് ശക്തിയൊക്കെ ക്ഷയിച്ചു പോയിട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ, അത് ബൈബിളിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, ഇനി എനിക്ക് നല്ല പ്രായം, നല്ല യൗവനകാലത്ത് എനിക്കിഷ്ടമുള്ളതൊക്കെയും ഞാൻ ചെയ്തു. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ പറയുന്ന വാക്കുകളാണ്. എനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്തു, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു, എനിക്കിഷ്ടമുള്ളിടത്തൊക്കെ പോയി. എന്നാൽ എൻ്റെ പ്രായം കഴിയുമ്പോൾ, ഒരു പ്രായം കഴിയുമ്പോൾ ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ പറ്റത്തില്ല. ആരെങ്കിലും വന്ന് കൈപിടിക്കേണ്ടി വരും, കണ്ണുകളുടെ കാഴ്ച കുറയും, ചെവികളുടെ കേൾവി കുറയും, അരയ്ക്കുന്നവർ ചുരുക്കമാകും എന്ന് പറഞ്ഞാൽ പല്ലുകളൊക്കെ ചുരുക്കമായി പോകും, പിന്നെ വടികുത്തി നടക്കേണ്ടി വരും, ആരുടെങ്കിലും സഹായം വേണ്ടി വരും, കൈപിടിച്ച് നടത്തേണ്ടി വരും. അപ്പോ അവിടെയാണ് പറയുന്നത്, യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. വാർദ്ധക്യകാലമാകുമ്പോൾ ദൈവത്തെ ധ്യാനിച്ച്, അതേ
ആ ആ വാർ നല്ല യൗവനത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, നല്ല വാർദ്ധക്യത്തിൽ കർത്താവിനെ നോക്കി പാർത്തുകൊണ്ട്, അതാണ് പറയുന്നത് നരച്ചതല ശോഭയുള്ള കിരീടമാണ്. വാർദ്ധക്യകാലത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ദൈവത്തിന്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട്, കർത്താവിന്റെ രാജ്യത്തിനായി നോക്കി പാർക്കുന്ന ഒരു ഭക്തനായിരിക്കും. ഇന്ന് വാർദ്ധക്യകാലത്ത് തള്ളിക്കളയരുത് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന്, യഹോവ ഭക്തൻ. കുഞ്ഞെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഒരു യഹോവ ഭക്തനാണോ? വാർദ്ധക്യകാലത്ത് നീ ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ല. വാർദ്ധക്യകാലത്ത് നമ്മൾ ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ ചിന്തകന്മാരുടെയും സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത് വാർദ്ധക്യകാലം ചിന്തകളുടെ കാലമാണ്. ഈ ചിന്തകളുടെ കാലത്ത് ഒരു 90% പേര് തിരിഞ്ഞു നോക്കിയിട്ട് പറയും, അയ്യോ ദൈവമേ, എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് കുറച്ചുകൂടെ ചെയ്യാൻ കഴിയുമായിരുന്നു, കുറച്ച് നന്മകൾ, കുറച്ചു കാര്യങ്ങൾ കുറച്ചുകൂടെ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു, ഒരാളോട് സുവിശേഷം പറയാൻ, അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ, ഒരാളെ ഒന്ന് സഹായിക്കാൻ. എന്നാൽ വാർദ്ധക്യകാലത്ത് കർത്താവെ എനിക്കൊന്ന് ആയുസ് തിരിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് കഴിയുമായിരുന്നു. 90% ആളുകളും. പക്ഷേ ആ ചിന്തകന്മാരുടെയും മനഃശാസ്ത്രന്മാരുടെയും അഭിപ്രായത്തിൽ അവരെല്ലാവരും യഹോവ ഭക്തരാണ്, ദൈവത്തെ വിശ്വസിക്കുന്നെങ്കിലും ഭക്തരാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ നീ ഒരു യഹോവ ഭക്തനാണോ? വാർദ്ധക്യകാലത്ത് നിന്റെ ചിന്ത എന്താണെന്നറിയാമോ? നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇതാ വാർദ്ധക്യകാലത്തിലെ പ്രത്യാശ. പൗലോസ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടി അധ്വാനിച്ച് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അവിടെ നിന്നുകൊണ്ട് പറയുന്ന വാക്കാണ്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കുഞ്ഞെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഇപ്പം നിനക്ക് സുപ്രസാദ കാലമാ, ഇപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാലമാ, ഇപ്പം നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാലമാ, ഇപ്പം നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന കാലമാ, ഇപ്പം നിനക്ക് സഹായിക്കാൻ പറ്റുന്ന കാലമാ, ഇപ്പൊ ചിലരെ കൈത്താങ്ങാൻ പറ്റുന്ന കാലമാ, ഇപ്പൊ തളർന്നു പോകുന്ന ചിലരെ ഉറപ്പിക്കാൻ പറ്റുന്ന കാലമാ, ഇപ്പൊ തകർന്നു പോയ ചിലരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന കാലമാ, ഇപ്പൊ ഒന്നുമില്ലാതിരിക്കുന്ന ചിലരെ നിനക്ക് കൈപിടിച്ചുയർത്താൻ പറ്റുന്ന കാലമാ. പിന്നീട് ഈ കാലം നിനക്ക് തിരിച്ചു കിട്ടിയെന്ന് വരത്തില്ല. വാർദ്ധക്യകാലം എത്തുമ്പോ അയ്യോ ദൈവമേ, എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ എന്നല്ല, പൗലോസിനെ പോലെ പറയാൻ കഴിയണം, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇവിടെ ഒരു പ്രാർത്ഥന കണ്ടോ? ഭക്തന്റെ പ്രാർത്ഥന, ദൈവമേ വാർദ്ധക്യകാലത്ത് തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ചേർത്തു പിടിക്കണമേ, എന്നെ അകറ്റിക്കളയരുതേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ആ നല്ല ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യകാലത്ത് തള്ളിക്കളയാത്ത നരച്ച തല ശോഭയുള്ള കിരീടമായി പ്രഖ്യാപിക്കുന്ന കർത്താവ് യഹോവ ഭക്തന്റെ ജീവിതത്തെ കുറിച്ച് പ്രത്യാശയോടിരിക്കുന്ന ആ കരുണാകരമായ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഞങ്ങളോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, യൗവനത്തിലായിരിക്കുന്നവർ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, പ്രായാധിക്യത്തിലായിരിക്കുന്നവർ തങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ കർത്താവെ ഇന്നത്തെ സന്ദേശം ഉദകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനമോഹത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറയുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.